മുടിക്കൽ സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഗോഡൌൺ എന്ന് പറയപ്പെടുന്നു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തരംതിരിക്കാനായി സൂക്ഷിക്കുന്ന ആവശ്യം പറഞ്ഞ് കോഴിക്കോട് സ്വദേശികളാണ് ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ പകുതിയിലധികം ഭാഗത്ത് ഉപയോഗശൂന്യമായ മരുന്നുകളും മറ്റുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മരുന്നുകൾ സൂക്ഷിക്കാൻ ഇവർക്ക് ലൈസൻസ് ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത വിധം ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഗോഡൌണിലേക്ക് മൂടിക്കെട്ടിയ വാഹനങ്ങളിലാണ് ഉപയോഗശൂന്യമായ ഗുളികകളും മരുന്നുകളും മറ്റ് മെഡിക്കൽ വസ്തുക്കളും എത്തിക്കുന്നത്. ഇവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളിൽ ഒരാളുടെ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം ഗോഡൌണിനുള്ളിൽ വെച്ച് അപകടം സംഭവിച്ചിരുന്നു. ഈ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ നാട്ടുകാർ വന്നപ്പോഴാണ് ഇതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നത്. ഇതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി ഒത്തുകൂടി. കൂട്ടിയിട്ടിരിക്കുന്ന ആശുപത്രി മാലിന്യങ്ങളും ഉപയോഗശൂന്യമായ മരുന്നുകളും പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റിക് കൊണ്ടൊന്ന് നടക്കുന്ന ഒരു പരിപാടിയായിട്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയേക്കണത്. പക്ഷേ ഈ മെഡിസിന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഇതുവരെ ഇതിന് മുതലാളിമാരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കമ്പനി ഇതുവരെ തുടങ്ങിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരാൾ പ്രവേശിക്കാനോ ഒന്നും ഒരു അനുമതി കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇന്നലെ ആ കൊച്ചിന് അങ്ങനെ ആക്സിഡന്റ് ആയി. ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ നാട്ടുകാർ അറിയാൻ കാരണം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധനകൾ നടത്തി. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വേസ്റ്റ് കൊണ്ടുവന്ന് ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ട്. നമ്മളിത് പഞ്ചായത്തിന്റെ ഇതിൽ നമ്മൾ തുറന്നു കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കില്ല. നാട്ടുകാർ എന്ത് ഒരു നിലപാടെടുക്കും അതിൽ കൂടുതൽ നമ്മൾ നിൽക്കും. പെരുമ്പാവൂർ പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.